ഓക്കെ. ഇപ്പോഴും പുതിയ സിനിമ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ റീസൺ ഒന്ന്, ഈ പ്രതികൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ അത് കേസ് കൊടുത്തു, അതിൻ്റെതായ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഏതറ്റം വരെ ഞാൻ പോകും സാറേ. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ കരിയറിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എനിക്കൊരു സിനിമയിൽ ഞാൻ പബ്ലിസിറ്റി കൊടുക്കാത്ത ഫാമിലി മാത്രം അറിഞ്ഞിട്ടൊരു സിനിമയിൽ, മലയാളം മൂവിയാണ്, എഗ്രിമെൻറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് മന്ത് ഷൂട്ടാണ്, അഡ്വാൻസ് ഞാൻ വാങ്ങിക്കഴിഞ്ഞു, എല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു ടൈമായത്. എൻ്റെ ഫ്യൂച്ചറിൽ ഏറ്റവും ഒരു മെയിൻ ടൈമാണിത്. ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് വേറെ നമുക്ക് ഫോണൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എന്നെ അതിനെ ഡ്രോപ്പ് ചെയ്തു. എന്നെ അതിൽ അവരും ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ലീഡ് റോളായിരുന്നു ഞാൻ ചെയ്യാനിരുന്നാൽ. ക്യാരക്ടർ റോളിൽ ഏറ്റവും ലീഡ് റോളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അതിൽ നിന്നും തള്ളിക്കളഞ്ഞു. കുറച്ച് ആഡ് ഉണ്ടായിരുന്നു, 1 ഇയർ എഗ്രിമെൻറ്റ് കഴിഞ്ഞ ആഡ് ഉണ്ട്, അതിൽ നിന്നും എന്നെ ഡ്രോപ്പ് ചെയ്തു ഈ ഒരു ഒറ്റ കേസിൻ്റെ പേരിൽ. അപ്പം നമ്മൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ ശരി, പോയതിൽ നമുക്ക് വിഷമമില്ല. ഇത് വെറുതെ നിന്ന് ഈ വാദി പ്രതിയായ ഒരു അവസ്ഥയില്ല. ഇപ്പോൾ ആ തല്ല് കൊണ്ടവർ നമ്മളിത് ആ സ്റ്റേഷനിലും ആയി, തല്ല് തന്നവരെല്ലാം അടിപൊളിയായിട്ട് പുറത്ത് നടപ്പുണ്ട്. അപ്പൊ ഇതിലെന്ത് ന്യായമാണ് കാണുന്നത് നമുക്ക് അറിയത്തില്ല സാർ. ഇല്ല, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇന്നലെ പെറ്റീഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഇപ്പോൾ എന്തായാലും എൻ്റെ ഫ്യൂച്ചറിൽ കുറേ നഷ്ടമായി. എനിക്ക് ഏറ്റവും ആഗ്രഹിച്ച എല്ലാ കാര്യവും നഷ്ടമായി. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് അസുഖവും കാര്യങ്ങളും, ഹാർട്ട് പേഷ്യൻ്റാണ്. പുള്ളിക്കാരി ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇത് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറിനെങ്കിലും ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാവോ സാറേ, കാരണം അവർ ടെൻഷൻ എടുക്കും എപ്പോഴും വിളിക്കുന്നവർ. പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ അമ്മമാർ എന്തിനാ കിടക്കുന്നതെന്നൊരു ടോക്ക് വരെ അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാനത് കേൾക്കുമ്പോൾ അവിടെ കരയുന്നുണ്ട്. അവർ കരയിപ്പിക്കുക, നമ്മളെ മാക്സിമം ഡൗൺ ആക്കുക, ആ ഒരു ഇന്റൻഷൻ. അന്ന് പിറ്റേ ദിവസം ഒരു ദിവസം 24 hours നമ്മൾ എന്തായാലും സ്റ്റേഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മാക്സിമം പോലീസുകാരും ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ ആംസ് ആക്റ്റല്ലേ, ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചല്ലോ. എൻ്റെ ഉള്ളിലും ലൈഫ് പോയി എന്നൊരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ദൈവാനുഗ്രഹത്തിൽ ഈ അഡ്വക്കേറ്റ് വിപിൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റും ടെന്നി സാറും, ഈ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. ഈ ഉള്ളതിൽ കടപ്പാട് പറയാൻ എനിക്ക് ഈ രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്ത്, സീരിയൽ സിനിമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ നമ്മളിപ്പോൾ സമീപകാലത്ത് കേൾക്കാറുണ്ട് ഈ മോഡലിംഗ് രംഗത്തും സിനിമയിലൊക്കെ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന്. അത് പെൺകുട്ടികളെ പോലും ഈ ഒരു കെണിയിലേക്ക് പെടുത്തിയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല സാറേ. എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഈ മൂവീസിലും നമ്മളിപ്പോൾ സീരിയലിൽ പോകണമെങ്കിൽ നമ്മൾ എന്താണോ അതാണ് അവിടെ. അല്ലാതെ ഒരാൾ നമ്മളെ പിടിച്ച് വെച്ചിട്ട്, ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, സീരിയലോ സിനിമയിലോ നമ്മൾ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചേ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ഇൻറ്റൻഷ്യലി നമുക്ക് തരത്തില്ല. ഞാൻ മോഡലിംഗിൽ ചെയ്തൊരു കുട്ടിയാണ്. എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് എൻ്റെ അറിവിലുണ്ട്. മോഡലിംഗ് ഫീൽഡിലുണ്ട് സാറേ, കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ട്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരും ഇതിന് വേണ്ടിയിട്ട് മെയിൻ മോഡലിംഗിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നവർ അത്യാവശ്യം ഉണ്ട്. പക്ഷേ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ നമ്മൾ പോകുന്ന അഭിനയിക്കാൻ, നമ്മുടെ കാര്യം കഴിയുക, നമ്മൾ വീട്ടിൽ പോവുക, കഴിഞ്ഞു. പക്ഷെ മോഡലിംഗ് ഫീൽഡ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെ. അതെ അതെ, ഗേൾസ് ഉണ്ട്. അപ്പോൾ കണ്ടുപോയി അങ്ങനെയൊന്നുമില്ല ഇതുവരെ. അങ്ങനെ ഞാനായാലും ഇപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്നൊരു ഷൂട്ടിനും പോയിട്ടില്ല. പോവുകയാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ചേട്ടനോ അമ്മയോ ഇത്തായോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കൊണ്ടുപോവുക. അത് കഴിയുമ്പോൾ നേരെ വീട്ടിൽ പോകുക. അങ്ങനെ ഒരിടത്തും സ്റ്റേ ചെയ്യൽ, ഷൂട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കലൊന്നും, അതാണ് എനിക്ക് ഇത്ര വിഷമം. ഒരിടത്തും ഒരു അനാവശ്യമായിട്ട് 1 മണിക്കൂർ പോലും കൂടുതൽ എൻ്റെ അറിവിൽ ഞാൻ നിന്നിട്ടില്ല. അതിനിടയിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും പബ്ലിക് ആൾക്കാരുടെ മുമ്പിലും ഞങ്ങളൊക്കെ പക്ക ഫ്രോഡായിട്ട് അവർ ചിത്രീകരിച്ചു. പക്ഷെ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്കെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരില്ല. ഇത് ലൈഫും പോയി, എൻ്റെ ഫാമിലിക്കൊന്നും പുറത്തിറങ്ങാനും പറ്റുന്നില്ല. നമ്മൾ ചെയ്ത് എന്ത് തെറ്റാണ് ഞാൻ ചോദിച്ചു. സാറേ, അടിക്കുന്ന സമയത്ത് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. അതുപോലെ ഞാൻ ഇടയിൽ നിന്നു, അടി കൊണ്ടതാണോ ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇത്ര അടി കൊണ്ടതാണോ, അല്ലെങ്കിൽ ഒരാൾ വന്നപ്പോൾ ഇത്രയും ഫ്ലേട്ടിംഗ് ആയിട്ട് സംസാരിച്ചപ്പോൾ റിയാക്ട് ചെയ്തതാണോ തെറ്റെന്ന് ചോദിച്ചപ്പോൾ സുധീർ സാറ് പറഞ്ഞാണ്, ഈ ചിലയിടത്ത് പോവും, ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞോണ്ടും, ചിലപ്പോൾ വല്ല ഡയലോഗ് അടിക്കും, അത് കേട്ടിട്ട് നിനക്കങ്ങ് വീട്ടിൽ പോയാൽ പോരെ, നീ എന്തിനാ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നതെന്ന് അങ്ങനെ പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ കഷ്ടപ്പെടുന്ന സങ്കടങ്ങളും ഞാൻ എന്തർത്ഥത്തിലാണ് പറയുന്നത് എനിക്ക് അറിയില്ല സാറേ. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോഴില്ല.